ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024-25 അക്കാഡമിക് ഇയറിൽ ക്ലാസ് 9 സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഉത്തരേന്ത്യൻ സമതലത്തിലെ ഫാബർ മേഖലയുടെ സവിശേഷതകൾ എഴുതുക. ഇതിൻ്റെ ആൻസർ കിടക്കുന്നത് പേജ് നമ്പർ 37-ലാണ്. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്കുഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഫാബർ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണിത്. പർവ്വതഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല. അടുത്ത ചോദ്യം നോക്കാം. അടുത്തതും ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും 3 ദ്വീപുകളുടെ പേരെഴുതുക. ഇതിൻ്റെ ആൻസർ എവിടെയാണ് വരുന്നത്? പേജ് നമ്പർ 33-34 കിടപ്പുണ്ട്. 33-ലും ദ്വീപുകളുടെ മാപ്പ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാന ദ്വീപുകൾ: ബിസ്ത് ജലന്ധർ ദ്വീപ്, ബാരി ദ്വീപ്, രച്ന ദ്വീപ്, ചാച്ച് ദ്വീപ്, സിന്ധ് സാഗർ ദ്വീപ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടെക്സ്റ്റിലെ തന്നെ ഒരു മാപ്പാണ് തന്നിരിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന ഭൂപടം ഏത് മൺസൂൺ കാറ്റുകളെ സൂചിപ്പിക്കുന്നു? ഈ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി വിശദമാക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ കിടക്കുന്നത് പേജ് നമ്പർ 41-42 ആദ്യം ആൻസർ ചെയ്യേണ്ടത് ഈ ഭൂപടം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ സൂചിപ്പിക്കുന്ന ഭൂപടമാണെന്നാണ്. പിന്നെ എന്തു പറയാം? 2 ശാഖകളായാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത്. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായി പിരിയുന്നു. ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. പടിഞ്ഞാറു ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാകട്ടെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. ഇത് ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിൽ വരെ മഴയെത്തിക്കുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം നോക്കാം. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. Give reasons for the excessive cold weather experienced in the North Indian plains during winter season. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 40-ൽ പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ഒന്ന്, കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. 2, ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. 3, പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം. അടുത്തതും ഒരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ചോദ്യം നോക്കാം. വാട്ട് ഈസ് നാച്ചുറൽ വെജിറ്റേഷൻ? എക്സ്പ്ലെയിൻ എനി 2 ടൈപ്സ് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. നൈസർഗിക സസ്യജാലങ്ങൾ എന്നാൽ എന്താണ്? ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന 2 നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ച് വിവരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 44 മുതലാണ് ഇതിൻ്റെ ആൻസർ. ആദ്യം നമുക്ക് നോക്കാം എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ. മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ്: 1, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, 2, ഉഷ്ണമേഖല മുൾക്കാടുകൾ, 3, ചതുപ്പു നിലവനങ്ങൾ. ഇതിലേതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ 2ആയി തിരിക്കും. വരണ്ട ഇലപൊഴിയും കാടുകൾ, ആർദ്ര ഇലപൊഴിയും കാടുകൾ. 70 സെൻറ്റിമീറ്ററിനും 100 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ
8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നു. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. 100 സെൻറ്റിമീറ്ററിനും 200 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായ് ഭാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. തേക്ക്, സാൽ, ശിഷാം, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗ്ഗങ്ങളാണ്. അടുത്തത് നമുക്ക് നോക്കാം ഉഷ്ണമേഖലാ മുൾക്കാടുകൾ. മഴക്കുറവും കന്നുകാലി മേയ്ക്കലിൻ്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടാറുണ്ട്. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ. ബാബുൽ, ബർ, വന്യ ഈന്തപ്പനകൾ, ഖൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗ്ഗങ്ങൾ. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ലുവിഭാഗങ്ങളും അടിക്കടിയായി ചിലയിടങ്ങളിൽ കാണപ്പെടുന്നു. അടുത്തത് നമുക്ക് ചതുപ്പുനില വനങ്ങളും കൂടെ ഒന്ന് നോക്കിയേക്കാം. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പുനില വനങ്ങൾ. പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗ്ഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു. വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽക്കാടുകൾ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ടൈമിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആനുവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ മിസ് ചെയ്യാതിരിക്കാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്